ഗൈസ്, വെൽക്കം ടു അവർ ഈസ്റ്റർ സ്പെഷ്യൽ വ്ലോഗ്. ഇന്ന് ദിവസം സാറ്റർഡേ ആണ്, ഈസ്റ്റർ തലേന്ന്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഈസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇപ്പം ഇപ്പം സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, റിജോയുടെ ഹെൽപ്പില്ല, അസിസ്റ്റൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അതാകുമ്പം പിന്നെ വീഡിയോയും കൂട്ടത്തിൽ എടുക്കണം, അപ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം ആവശ്യമായിരിക്കും. സോ ഇപ്പം 2 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ നമുക്കെല്ലാം തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈസ്റ്ററിൻ്റെ മെനുവും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. പിന്നെ ഇത് ഞാൻ മൈക്കൊക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതിലൂടെ ഓണാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിലൂടെ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കാരണം എൻ്റെ വീഡിയോസിന് സൗണ്ടിൻ്റെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് കുറച്ച് പേര്, ഒരു 3-4 പേര് എന്നോട് പറഞ്ഞു. ഇത് മേടിച്ചു വെച്ചിട്ടൊരു 3-4 മാസമായി. ഇപ്പോഴാണ് പെട്ടിന്നൊന്ന് വെളിയിലിറക്കാനുള്ള ടൈം കിട്ടിയത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ ഫിഷ് കറി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ നല്ല പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. ഇത് ഫ്രോസൺ ഫിഷാണ് കേട്ടോ, ട്യൂണയാണ്. ഈ ലിഡിലിന്ന് നല്ല, നമ്മൾ താമസിക്കുന്നത് സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട്, അതായത് റോഡ് സൈഡിലൂടെ ആയതുകൊണ്ട് വണ്ടിയുടെ നല്ല സൗണ്ട് ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പം ചൂരയിൽ നമ്മുടെ ഓൾറെഡി നേരത്തെ വാങ്ങി വെച്ചിരുന്നത്, അതെന്തായാലും നന്നായി. ബിക്കോസ് അവിടെ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും കിട്ടിയില്ല, എല്ലാം കാലിയായിരുന്നു ഫിഷെല്ലാം. പിന്നെ നമ്മൾ വാങ്ങിക്കാത്തതാണ്, പിന്നെ വാങ്ങിച്ച് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഫിഷ് കുറച്ച് ഗോതമ്പ് പൊടിയിലും ഉപ്പിലും കൂടെ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു ഫ്രോസൺ ഫിഷ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഉടുമ്പ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ നന്നായി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ഗോതമ്പ് പൊടിയിലൊരു ഉപ്പിലും കൂടെ ഇത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നന്നായി വാഷ് ചെയ്തെടുത്താൽ സെറ്റാണ്. ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നല്ലൊരു ബീഫ് ഉലർത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു മെയിനായിട്ട് നമുക്ക് കിട്ടിയില്ല. മറ്റേ തേങ്ങാക്കൊത്തുണ്ടല്ലോ, മറ്റേ അത് കിട്ടിയില്ല. പക്ഷെ മുഴുവൻ തേങ്ങ മേടിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു മിക്കതും കേടായിരിക്കും. എനിക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി മേടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ഫ്രോസൺ തേങ്ങാക്കൊത്ത് മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല. അതും കിട്ടിയിട്ടില്ല. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രെഡും കിട്ടിയിട്ടില്ല. എനിക്ക് വേണ്ടത് ബ്രിയോഷ് ബ്രെഡാണ്, അത് എവിടെയും കിട്ടിയിട്ടില്ല. പ്ലെയിൻ ബ്രെഡും വൈറ്റ് ബ്രെഡും ഒക്കെയാണ്. അതൊന്നും ആ സ്റ്റൂവിൻ്റെ കൂടെ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ആ ഒരു സാധനം കിട്ടത്തില്ല. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾക്ക് ആ ബ്രെഡ് കിട്ടിയായിരുന്നു, അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം റിജു എവിടെന്നെങ്കിലും ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്തേ എടുത്തുള്ള ഏതെങ്കിലും ബ്രെഡ് കൂട്ടി തട്ടാം. അപ്പം ഞാൻ ബീഫ് വേവിക്കാൻ വെക്കട്ടെ. സാധനം ചെറുതാണേലും എഫക്റ്റ് കുറച്ച് കൂടുതലാണ്. ബീഫിൽ ഈ കുഞ്ഞുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനെപ്പോഴും ഇടാറില്ല, കാരണം ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് ഉള്ളി. അപ്പം ഞാനിങ്ങനെ ചമ്മന്തി അല്ലെന്നുണ്ടെങ്കിൽ മുളകിന് റെഡിയത് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇടാറുള്ളൂ. പക്ഷേ ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പം ഇതിലിടാമെന്ന് വിചാരിച്ച്. ഞാൻ ആ വീഡിയോ ഒരു വട്ടം കണ്ട്, ഇനി ഒരു 5 വട്ടം കൂടെ കാണണം. എന്തായാലും വീണ്ടും മറന്നു പോകും. ഞാനുണ്ടാക്കുന്നതിൽ നിന്ന് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കറാന്നിരുന്നിട്ട്. നമ്മുടെ നാട്ടിൽ ആരിഫിൻ്റെ കടയിൽ ബീഫ് ഫ്രൈ പോലെയുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ മെനു എന്തൊക്കെയാണെന്ന് പറയാവേ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് കിട്ടിയാൽ ബ്രെഡും ചിക്കൻ സ്റ്റൂ, അല്ലേ വല്ല പൊറോട്ടയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. ലഞ്ചിന് ചോറ്, മോര് കാച്ചിയത്, ക്യാബേജ് തോരൻ, കടുക് മാങ്ങ അച്ചാർ, മീൻ കറി, ബീഫ് ഉലർത്ത്, മേ ബി ചിക്കൻ ഫ്രൈയും കാണുമായിരിക്കും. പിന്നെ ഡിസേർട്ടിന് ഹാജിയിലും
നാളെ ഒരു പിടി പിടിക്കും. പിന്നെ സൺഡേ കഴിഞ്ഞാൽ മൺഡേ എനിക്ക് റിജു ഒരു സർപ്രൈസായിട്ട് ഞാൻ ചോദിച്ച സാധനം ഗിഫ്റ്റായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്തിനാ റിജോനെ കൺഫ്യൂസ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ സർപ്രൈസായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റാണ്. എന്താ വേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മൺഡേ മേ ബി അത് വാങ്ങിക്കാൻ പോകുമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും. പിന്നെ വാഴ സിനിമയൊന്ന് കാണാൻ പോകണം. നല്ല പടമാണെന്ന് കുറേ റിവ്യൂ കണ്ടു. അല്ലേലും പോയി കാണണം. കാരണം പാർട്ട് 1 ഞാൻ കണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. ഇനി പാർട്ട് 2 കൂടെ പോയി കാണണം. ഭയങ്കര ഇമോഷണൽ മൂവിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മേ കുക്കിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ലോ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു കറിയെങ്കിലും വെച്ച് കഴിഞ്ഞേനെ. അറ്റ്ലീസ്റ്റ് ആ ഫിഷ് കറി എങ്കിലും അടുപ്പേ കയറ്റിയേനെ. പക്ഷെ ഇതിപ്പോൾ കുറച്ച് സ്ലോ ആണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും കാണാമല്ലോ, നമ്മുടെ ഫാമിലിക്കൊക്കെ. ഇപ്പോൾ റിജോയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എങ്ങനെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ, പിന്നെ നമ്മൾ എന്തുണ്ടാക്കി എന്ത് കഴിച്ചു എന്നൊക്കെ അറിയാൻ. അപ്പം പിന്നെ എനിക്കും ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനപ്പോഴേ ഇതൊന്ന് പെട്ടെന്ന് പോയി അടുപ്പയിലാക്കട്ടെ. പിന്നെ ഈ കിച്ചണിൽ നിങ്ങൾ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ കാണുമായിരിക്കും. റിയലി സോറി, ഇതൊരു ഷെയർഡ് കിച്ചണാണ്. അപ്പോൾ പലരുടെ സാധനങ്ങളുണ്ടായിരിക്കും. അല്ലാതെ ഞാൻ അടുക്കി ഒതുക്കി വെക്കാത്തതല്ല. ഞാൻ അങ്ങനെ അത്ര അടുക്കി ഒതുക്കി ആ ഒരു സാധനമല്ല, പക്ഷേ ഒതുക്കിയൊക്കെ വെക്കും. ഇതിപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ, അതിൻ്റേതായ കുറച്ച് എന്തോ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. നമ്മുടെ ബീഫ് ഇതേ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ബീഫ് ഇവിടെ വേകുന്ന ടൈമിൽ നമുക്ക് മീൻകറി സെറ്റാക്കാവേ. മീൻകറിയിലെ സ്റ്റാർ ദൈവനാണ്. ഇതിനെൻ്റെ വീട്ടുകാരോട് ഒരു വലിയ നന്ദി പറയണം. ബിക്കോസ് ഒരു തട്ടലോ മുട്ടലോ ഇല്ലാതെ അവരെങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ച്. ഞാനൊന്നും പറഞ്ഞില്ല, എൻ്റെ ട്രോളി ബാഗിൽ സാധനം ഉണ്ടായിരുന്നു. ഇവൻ അടിപൊളിയാണ്. നമ്മുടെ ആ നാട്ടിലേക്ക് ആ മീൻ കറിയുടെ ഒരു ഫ്രഷ് മീൻ്റെ അല്ല, ആ ഒരു എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സ്ട്രോങ്. അടുത്ത പ്രാവശ്യം ഒരെണ്ണം കൂടി കൊണ്ടുവരണം. ആ റെഡ് കളറിലെ അതെന്താ എന്ത് റെഡ് കളറിലെ ചട്ടിയില്ലേ, അതുകൂടെ കൊണ്ടുവരണം. ഇതെൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് ഞാൻ തോന്നി. ഞാൻ പെട്ടെന്ന് എനിക്ക് കറിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നിട്ടേ. എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ നമ്മുടെ ഗ്യാസ് ഇലക്ട്രിക് ആണല്ലോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലാണ് ചട്ടി വെക്കുന്നത്. അപ്പം ചട്ടി പൊട്ടിപ്പോകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു തോന്നുന്നു. സോ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്തിട്ട് ഇത് വെക്കാറുള്ളൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും മറ്റേ ഒരു ഇലക്ട്രിക് പാനലാണ് ചട്ടി ഉപയോഗിക്കാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ യൂസ് ദിസ് വൺ. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് ഇങ്ങനെ വെച്ചാൽ മതി, ചൂടായിക്കോളും. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഇടുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഒരു നുള്ള മഞ്ഞപ്പൊടി മതി. ഇനി മുളക് പൊടി ഇടാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോരുത് മുളക് പൊടി. കരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് നല്ല ഒരു റെഡ് കളർ കിട്ടത്തില്ല. അപ്പം ചട്ടി ചൂടായി പോകുവാണെന്ന് തോന്നുവാണ് നിങ്ങൾക്കെങ്കിൽ നമുക്ക് ആ ചട്ടി ഒന്ന് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം. സോ റിസ്ക് ഇല്ല. ഞാനൊന്ന് മാറ്റുവാണ്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ
നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. നന്നായി തിളച്ച് വരുമ്പോൾ മീനും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറക്കല്ലേ. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. അതാണ് നല്ലത്. ബീഫ് ഇത് അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. മീൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്യാബേജ് തോരനും കടുക് മാങ്ങ അച്ചാറിനും കൂടെ ഉള്ള സാധനങ്ങളും കൂടെ അരിഞ്ഞു വയ്ക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിലും കൂടെ ഒന്ന് വിളിക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാതെ ഇതിൻ്റെ പുറത്തോട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കരുത്. ഇളക്കരുത് മീൻസ് തവി യൂസ് ചെയ്യരുത്. പിന്നെ ഇങ്ങനെ ചുറ്റിച്ചേ കൊടുക്കാവൂ. നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നന്നായിട്ടിട്ട് അങ്ങ് തിരുമ്മി കുറച്ച് നേരം കഴിഞ്ഞ് അടുപ്പത്തിട്ടൊന്ന് സെറ്റാക്കിയാൽ മാങ്ങാച്ചാർ. എൻ്റെ മനസ്സാരോ കണ്ടു എന്ന് തോന്നുന്നത്. ഒരു പീസ് മിച്ചമുണ്ടായിരുന്നു. കഴിക്കട്ടെ. ഇനി ഇത് എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് അടുപ്പത്തോട്ട് ഇട്ടിട്ട് അപ്പം തന്നെ ഇറക്കി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വെന്തു പോവും. ഇങ്ങനെ പെട്ടെന്ന് ഇറക്കിയാലേ അവർ കിർക്കിർ എന്ന് ഇരിക്കത്തുള്ളൂ. ഇതിച്ചിരി ചെനച്ച മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജ് ഉണ്ടായിരുന്ന ക്യാബേജ് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞേനെ. എൻ്റെ മാതാശ്രീ ഇങ്ങനെയാണ് അരിയുന്നത്. ഞാൻ മറ്റേ ആ സാധനം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ പണിയെല്ലാം ഒന്ന് ചെയ്ത് തീർക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് മോരും കാച്ചി ചിക്കൻ സ്റ്റൂവും കൂടെ ഉണ്ട്. ബാക്കി എല്ലാത്തിൻ്റെ ഒരു 50% കഴിഞ്ഞിരിക്കുക. ചോറ് നമ്മൾ നാളെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് പോയി തീർക്കട്ടെ. നമ്മുടെ ബീഫിൻ്റെ സാധനങ്ങളെല്ലാം ബീഫെല്ലാം നന്നായി വെന്ത് ഇനി ഇത് അതിൻ്റെ ഗ്രേവിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ആണ് ഒന്നും ചെയ്യാതായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് തീർത്തു. ക്യാബേജിനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറ്, പിന്നെ മീൻകറി അവിടെ സെറ്റായിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മോര് കാച്ചിയതും കൂടെ ഉണ്ട്. അതും കൂടെയൊക്കെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. നമ്മുടെ കറികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിതേ. നമ്മുടെ ബീഫ് ഉലർത്ത്, ക്യാബേജ് തോരൻ, നല്ല കുടംപുളിയിട്ട മീൻകറി, പിന്നെ മോര് കാച്ചിയത്. സ്റ്റൂവിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആകുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചെറിയൊരു ലഞ്ച് ബ്രേക്ക് എടുക്കട്ടെ. ലഞ്ചല്ല, ഇപ്പോൾ സമയം 6 മണിയായി. വിശന്നിട്ടുമായി എന്തെങ്കിലും കഴിക്കട്ടെ. ഫൈനലി നമ്മുടെ ചിക്കൻ സ്റ്റൂവും സെറ്റായി ഗൈസ്. നമ്മുടെ ഹാജിയിൽ ഇത് ഇവിടെ റെഡിയായി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടുക, ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചിക്കൻ സ്റ്റൂ റെഡിയായി, ബീഫ് ഉലർത്ത് റെഡിയായി, മീൻകറി, അച്ചാറ്, ക്യാബേജ് തോരൻ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ, മോര് കാച്ചത്, എല്ലാം സെറ്റായി. അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം സെറ്റായി. ഇനി ചോറ് വയ്ക്കാനുണ്ട്. ചോറ് ഞാൻ നാളെ വെക്കുന്നുള്ളൂ, ഇന്ന് വെക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈയും കൂടെ വെക്കും. അത് മേ ബി ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെക്കും. ഇല്ല ഞാൻ ചെയ്യില്ല. ഇനി മൂഡിൻ്റെ അല്ല, വേണോ വേണ്ടേ, ഓവറായി പോകുമോ എന്നൊരു ഡൗട്ട്. വേണമെന്നുണ്ടെങ്കിൽ റിജോടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ചിക്കൻ ഫ്രൈയും കൂടെ വെക്കും. ഡെസേർട്ട് ഉണ്ടാക്കി സാലഡും കൂടെ നാളെ ചെയ്താൽ മതി. അപ്പോൾ നാളെ ഒരു പണിയില്ല. ബ്രെഡ് റിജോയ്ക്ക് കിട്ടി. അപ്പോൾ ഫുൾ സെറ്റായി. ഇനി ഒന്ന് പോയി നടു നിവർക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്. സമയം 7 മണിയായി. 2 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നാളത്തെ വ്ളോഗിൽ കാണാം. ഞാനിത് ഒരു പവർ നാപ്പൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് നല്ലൊരു
2 hours പവർ നാപ്പായിരുന്നു. ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോഴത്തേക്ക് റിജുവിൻ്റെ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന്. അപ്പോൾ റിജുക്ക് ഇപ്പം തന്നെ ബ്രെഡും ചിക്കൻ സ്റ്റൂ കറിയും കഴിക്കണമെന്ന്. നാട്ടിലെ ആ ഒരു ശീലം, പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റിജു ഈ ടൈമിലാണ് ആ നോമ്പ് മുറിക്കുന്നതും. ഈസ്റ്ററിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫസ്റ്റ് ടൈം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി ഈ ഒരു പാതിരാത്രി ആകുമ്പോൾ കഴിക്കും. അപ്പോൾ ആ ഒരു നൊസ്റ്റ് പഠിക്കുമല്ലോ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന് തോന്നി. അപ്പം ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഹലോ റിജു ജോസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ പറയൂ. ഹാപ്പി ഈസ്റ്റർ. എന്ത് ക്രിസ്ത്യാനിയല്ലേ, പള്ളിയിൽ പോയിട്ടില്ല ഈസ്റ്റർ ആയിട്ട്. പക്ഷെ ഇന്നലെ രാത്രി എന്താണ് ബ്രെഡ് സ്റ്റൂ കറി കഴിച്ച്, പക്ഷേ പള്ളിയിൽ പോയില്ല. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ദേ രാവിലെ എണ്ണീറ്റ് ഡ്രസ്സൊക്കെ മാറി. ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. വീട്ടിലിടാൻ, പുറത്തോട്ടിടാൻ പുതിയ ഡ്രസ്സുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. റിജോയ്ക്ക് ഇന്നലെ പോയിട്ട് കിട്ടിയില്ല, പക്ഷെ റിജോയ്ക്ക് ഇടാനായിട്ട് പുതിയ 2 ഷർട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയറണ്ടം കത്തുന്ന്. രാവിലെ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഒന്ന് എണ്ണിക്കുമോ പ്ലീസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷഹബാസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ലഞ്ച് ടൈം ആയി. സുന്ദരനും സുമുഖനുമായ ഈ യുവാവ് ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ചിനുണ്ടായിരുന്നത്. കടുകുമാങ്ങ അച്ചാർ, മീൻ കറി, ക്യാബേജ് തോരൻ, ബീഫ് വളർത്ത്, മോര് കാച്ചിയത്, പിന്നെ ചോറും. ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, RCB വേഴ്സസ് ചെന്നൈയുടെ നല്ല കിടുക്ക മാച്ച് കിടക്കുമായിരുന്നു. ഈ കൂട്ടത്തിൽ ഷഹബാസ് മാത്രം ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അവൻ മാത്രമാണ് ചെന്നൈ ഫാൻ, ബാക്കി നമ്മളെല്ലാവരും ബാംഗ്ലൂർ ഫാനാണ്. എന്താ ഷഹബാസ് ചെന്നൈ ഫാനാ? വലിയ വിസിൽ പോടുങ്ക. വിസിൽ എവിടെയാ? വരൂ വഴിയേ വരൂ തല ഫോർ എ റീസൺ. ഇവരെ മറ്റേ ജാക്സിന് കൊടുത്തിട്ട് ഇവരെ തിരിച്ചല്ലേ. ലഞ്ചെല്ലാം കഴിച്ചതിന് ഞാനും റിജുവും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്ത് പോയായിരുന്നു. ഒടുക്കത്തെ കാറ്റായിരുന്നു. അതുകൊണ്ടൊരു 10-15 മിനിറ്റ് ഒരു 3-4 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ വേഗം തിരിച്ചു വന്നേ. അത് നമ്മളെല്ലാവരും അന്ന് രാത്രി ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഒരുമിച്ച് കൂടിയേ. പ്രത്യേകിച്ച് വലിയ ഫുഡടിയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചായ കൂടി പരിപാടിയാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ കുറച്ച് കഥ പറച്ചിലും പരസ്പരമുള്ള ട്രോളും പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കൂടി ആകെ മൊത്തം നമ്മുടെ ഈസ്റ്റർ എന്തായാലും കളറായിരുന്നേ. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അത്രേ ഉള്ളൂ, ബൈ.